ബി ജെ പിക്ക് ഒരു കാര്യം മനസ്സിലായി. യു പിയിൽ കളിക്കുന്ന ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അഥവാ വർഗീയ ധ്രുവീകരണം കൊണ്ട് ഇനി ബി ജെ പിക്ക് രക്ഷയില്ല. അവിടെ 33 സീറ്റുകളിലേക്ക് ബി ജെ പി ചുരുങ്ങി എന്നുള്ളത് മാത്രമല്ല യാഥാർത്ഥ്യം. അവർ പരാജയപ്പെട്ട പ്രധാനപ്പെട്ട കാരണങ്ങൾ 5 കാരണങ്ങൾ നരേന്ദ്രമോദിക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം. യോഗി ആദിത്യനാഥിന് അമിത ആത്മവിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കാരണവശാലും 70-ൽ താഴെ സീറ്റുകളിലേക്ക് ബി ജെ പി പോകില്ല എന്നും സമാജ്വാദി പാർട്ടി ഇത്തവണ ഒരു രീതിയിലും നേട്ടം കൊയ്യില്ല എന്നും യോഗി പല വേദികളിലായി തുറന്നടിച്ചു. ഇടക്കാലത്ത് പരോളിലിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ കൃത്യമായി പറഞ്ഞു, യോഗി ആദിത്യനാഥിന്റെ കസേര ഇളകി തുടങ്ങി, തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം രാജിവെക്കുമെന്ന്. വാസ്തവത്തിൽ യോഗി ആദിത്യനാഥ് ഇപ്പോൾ കസേരയിൽ ഇരിക്കുന്നേ ഉള്ളൂ. ഉപമുഖ്യമന്ത്രിമാരായ ബ്രിജേഷ് വധക്കോ അതല്ലെങ്കിൽ കേശവ പ്രസാദ് മൗര്യ ഒരു രീതിയിലും യോഗിയോട് സഹകരിക്കില്ല എന്ന് ബി ജെ പി നേതൃത്വത്തോട് പറഞ്ഞിരിക്കുകയാണ്. യോഗിയെ ഞങ്ങൾക്ക് ഒരിക്കലും നേതാവായി കാണാൻ കഴിയില്ല. നിയമസഭയിലെ ഘടകകക്ഷി നേതാവായിരുന്നാൽ പോലും അദ്ദേഹത്തെ അനുസരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരുമല്ല. ബി ജെ പിക്കെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ സമാജ്വാദി പാർട്ടി നിരവധി തവണയായി ആലോചിക്കുന്നുണ്ട്. എന്നാൽ അതിനുള്ള സമയമായിട്ടില്ല എന്നും കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ ബി ജെ പിയെ പ്രതിരോധിക്കാൻ കഴിയുന്നത്ര പ്രതിരോധിക്കുകയും ഏറ്റവും വലിയ അറ്റകൈ എന്ന രീതിയിലായിരിക്കും ആ ഒരു നാടകീയ നീക്കം കൂടി അരങ്ങേറുക എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ സമാജ്വാദി പാർട്ടി ഇത്രയും നാളും അവരുടെ വോട്ട് ബാങ്കായി കരുതിയിരുന്നത് യാദവ മുസ്ലിം ബെൽറ്റാണ് എന്ന് എപ്പോഴും ബി ജെ പി പലപ്പോഴായി കളിയാക്കാറുണ്ട്. അതിനു പകരമായി യാദവരല്ലാത്ത OBC വിഭാഗങ്ങളെ ഒരു കുടക്കീഴിലേക്ക് ആക്കി വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനായിരുന്നു ബി ജെ പിയുടെ ഇത്രയും നാളത്തെ നാടകീയ നീക്കം. അഖിലേഷ് യാദവിന്റെ പാർട്ടിയിൽ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ളവരും ഉൾക്കൊള്ളാൻ തുടങ്ങിയപ്പോൾ, അവരെല്ലാവരെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ബി ജെ പി പൊടുന്തനെ അവതാളത്തിലാവുകയായിരുന്നു. മാത്രമല്ല, രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം അവിടെയുള്ള പ്രമുഖരായ പാർട്ടി പ്രവർത്തകരെയോ അല്ലെങ്കിൽ തന്നെ അവിടെയുള്ള ജനസമ്മതിയുള്ള ജനപ്രതിനിധികളെയോ വിളിക്കാതെ കോർപ്പറേറ്റുകളെയും വലിയ രീതിയിലുള്ള സാമൂഹികപരമായി ഇൻഫ്ലുവൻസ് ഉള്ളവരെയും വിളിച്ചത് മൂലം ബി ജെ പിക്ക് ഉണ്ടായത് നഷ്ടം മാത്രമായിരുന്നു. ഇപ്പോഴത്തെ കണക്കുകൾ നോക്കുമ്പോൾ ഇപ്പോഴൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ സമാജ്വാദി പാർട്ടി ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ വരും എന്നുള്ളത് മാത്രമല്ല, ബി ജെ പിക്ക് വലിയ രീതിയിൽ ഇടിവുണ്ടാവുകയും 100 സീറ്റ് തികച്ച് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമായിരിക്കും. 400-ൽ 100 സീറ്റ് പോലും തികച്ച് ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ കിട്ടില്ല എന്ന് അഖിലേഷ് യാദവ് അതുകൊണ്ടാണ് ബി ജെ പി നേതാക്കളോട് വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞത്.